വാട്ട് ഈസ് മാക്രമേ? മാക്രമേ എന്ന് പറയുന്നത് നമ്മൾ കൈകൊണ്ട് നോട്ട് ചെയ്യുന്ന ഒരു ടെക്സ്റ്റൈൽ ആർട്ടാണ്. നമുക്ക് ഈ ഒരു ആർട്ട് ഫോമിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പാറ്റേൺസും ഡിസൈൻസും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് കോട്ടൺ കോഡ്സ് ആണ്. ഈ ഒരു ആർട്ട് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മെയിൻ ആയിട്ട് ഇതിൽ വരുന്നതാണ് ഹോം ഡെക്കോർ ഐറ്റംസ് ആയ പ്ലാൻ ഹാങ്ങേഴ്സ്, വാൾ ഹാങ്ങിങ്സ്, ഷാൻലിയേഴ്സ്, ടേബിൾ റണ്ണേഴ്സ് തുടങ്ങിയവയൊക്കെ. പിന്നെ അതുകൂടാതെ തന്നെ ഫാഷൻ ആക്സറീസിലാണെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇയറിങ്സ്, ബാഗ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. മാക്രമേ കോഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ബിഗിനർ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഏത് ടൈപ്പ് മെറ്റീരിയലുള്ള കോഡാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം ഏത് സൈസിലുള്ള കോഡ് വേണമെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മൂന്നാമത്തത് ഏത് പാറ്റേണിലുള്ള കോഡാണ് നിങ്ങൾ വാങ്ങേണ്ടതെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മെറ്റീരിയൽസ് ഫോർ മാക്രമേ കോഡ്സ്. മാക്രമേ കോഡ്സ് മെയിനായിട്ട് 2 ടൈപ്പ് മെറ്റീരിയലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നാച്ചുറൽ ഫൈബേഴ്സ്, സെക്കൻഡ് വൺ സിന്തറ്റിക് ഫൈബേഴ്സ്. നാച്ചുറൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ കാറ്റഗറീസിൽ വരുന്നതാണ് ജൂട്ട്, കോട്ടൺ, ലിനൻ, ഹെംപ് പോലത്തെ മെറ്റീരിയൽ കൊണ്ടുള്ള കോഡ്സ്. ഇതിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോട്ടൺ കോഡ്സ് ആണ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് സിന്തറ്റിക് ഫൈബേഴ്സ്. സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് ആണ്. അപ്പോൾ അതിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈലോൺ, പോളിസ്റ്റർ, റയോൺ പോലുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നോൺ ബയോഡിഗ്രേഡബിൾ ആയതുകൊണ്ട് തന്നെ നമ്മളിത് കൂടുതലും പ്രിഫർ ചെയ്യില്ല. നമ്മൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യാറുള്ളത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള നാച്ചുറൽ ഫൈബേഴ്സ് ആണ്. മാക്രമേ കോഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ് ആണ്. യൂഷ്വലി നമ്മൾ കോഡിൻ്റെ സൈസ് എടുക്കുന്നത് ലാണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് സൈസിൽ മാക്രമേ കോഡ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 3mm സിംഗിൾ സ്ട്രാൻഡ് കോഡാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കോഡിനെയും സ്പെസിഫൈ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ 1mm, 2mm, 3mm ഇങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റി സൈസിൽ കോഡ്സ് അവൈലബിൾ ആണ്. പക്ഷെ എന്നാൽ കൂടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് 3 അല്ലെങ്കിൽ 4mm സൈസിൽ കോഡുകളാണ്. മാക്രമേ കോഡിന്റെ പാറ്റേൺ അനുസരിച്ചിട്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സിംഗിൾ സ്ട്രാൻഡ് കോഡ്, സെക്കൻഡ് വൺ ട്വിസ്റ്റഡ് കോഡ്, തേർഡ് വൺ ബ്രൈഡഡ് കോഡ്. സിംഗിൾ സ്ട്രാൻഡ് കോഡ് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഒറ്റ സ്ട്രാൻഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോഡാണ്. രണ്ടാമത്തെ ടൈപ്പ് വരുന്നത് ബ്രൈഡഡ് കോഡാണ്. ഇതിൽ 3 അതിൽ കൂടുതലോ ഇഴകൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഇത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്. സിംഗിൾ സ്ട്രാൻഡിന്റെ അത്ര സോഫ്റ്റ് അല്ല ഈ ഒരു കോഡ്. മൂന്നാമത്തെ ടൈപ്പ് കോഡാണ് ട്വിസ്റ്റഡ് കോഡ്. ഇതിൽ പേര് പോലെ തന്നെ കോഡുകൾ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇതിൽ 3 ഇഴകളായിട്ടാണ് കോഡുകൾ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ബാക്കിയുള്ള 2 കോഡുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള കോഡാണ്. ഫ്രിഞ്ചസ് ഇൻ 3 ടൈപ്സ് ഓഫ് കോഡ്. ഒരു സിംഗിൾ സ്ട്രാൻഡ് കോഡിൽ ഫ്രിഞ്ചസ് ഉണ്ടാക്കുക പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒറ്റ സ്ട്രാൻഡ് മാത്രമേ സിംഗിൾ സ്ട്രാൻഡ് കോഡിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിഞ്ചസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ട് സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ടൈപ്പായ ട്വിസ്റ്റഡ് കോഡിൽ സിംഗിൾ സ്ട്രാൻഡിനെ അപേക്ഷിച്ച് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം അത് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഞ്ചസ് ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ ഇഴകളായിട്ട് തന്നെ അഴിച്ചെടുത്തതിന് ശേഷം വേണം കോംബ് ചെയ്യാനായിട്ട്. ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ് മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ബ്രൈഡഡ് വണ്ണിൽ. അതിൽ നമ്മൾ ഫ്രിഞ്ചസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അതായത് നമ്മൾ ഓരോ ഇഴകളും അഴിച്ചെടുക്കാൻ ഒരുപാട് സമയം എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിംഗിൾ സ്ട്രാൻഡോ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് കോഡോ യൂസ് ചെയ്തിട്ട് ഫ്രിഞ്ചസ് ഉണ്ടാക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത്. ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്ത കോഡിനനുസരിച്ചായിരിക്കും അതിൻ്റെ ടെക്സ്ചർ ഉണ്ടാവുക. ഒരു സിംഗിൾ സ്ട്രാൻഡ് കോഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആയിരിക്കും ഉണ്ടാവുക. ഒരു ട്വിസ്റ്റഡ് കോഡാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നിങ്ങളൊരു ബ്രൈഡഡ് കോഡാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിനനുസരിച്ചിട്ട് ഒരു മീഡിയം ലെവലിലുള്ള ടെക്സ്ചർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് ഏത് തരത്തിലുള്ള കോഡാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്? നിങ്ങൾ ഏത് ടൈപ്പ് പ്രൊജക്റ്റ് ചെയ്യുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ കോഡ് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഫ്രിഞ്ചസ് ഉള്ള വർക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്ട്രാൻഡ് കോഡോ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് കോഡോ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും ബ്രൈഡഡ് കോഡിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അതുപോലെ നിങ്ങളൊരു വലിയ പ്രൊജക്റ്റാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു വാൾ ഹാങ്ങിങ് ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ട്വിസ്റ്റഡ് കോഡ് അല്ലെങ്കിൽ ബ്രൈഡഡ് കോഡോ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത്. കാരണം സിംഗിൾ സ്ട്രാൻഡ് കോഡ് കൊണ്ട് ചെയ്യുന്ന സമയത്ത് അത് ബാക്കിലോട്ടേക്ക് ട്വിസ്റ്റ് ചെയ്യുന്ന ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇതുകൂടാതെ ഫൈനൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ടെക്സ്ചറാണ് ഇഷ്ടം എന്നുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ 3 ടൈപ്പിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. മാക്രമേയിൽ മെയിനായിട്ട് 7 ബേസിക് നോട്ടാണ് ഉള്ളത്. ഈ ഒരു നോട്ട്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാ പ്രോജക്റ്റിനും യൂസ്ഫുൾ ആയിരിക്കും. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലാക്സ് ഹെഡ് നോട്ട്, സെക്കൻഡ് വണ്ണാണ് റിവേഴ്സ് ലാക്സ് ഹെഡ് നോട്ട്, തേർഡ് വണ്ണാണ് ഗ്യാതറിംഗ് നോട്ട്, ഫോർത്ത് വണ്ണാണ്
സ്പൈറൽ നോട്ട്, ഇതിന് വേറൊരു പേരാണ് ഹാഫ് സ്ക്വയർ നോട്ട്. 5th വണ്ണാണ് സ്ക്വയർ നോട്ട്. 6th വണ്ണാണ് ഹാഫ് ഹിച്ച് നോട്ട്. 7th വണ്ണാണ് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട്. നിങ്ങൾ സ്വന്തമായിട്ട് മാക്രമേ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വളരെ ചെറിയ പ്രോജക്റ്റൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരും. അതായത് ത്രെഡിൻ്റെ വേസ്റ്റേജ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കെട്ടുന്ന നോട്ടുകളിൽ മിസ്റ്റേക്സ് ഉണ്ടാവും, അങ്ങനെയുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമുക്ക് പറ്റുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും. നമ്മൾ വലിയ പ്രോജക്റ്റിലോട്ടേക്ക് നമുക്കതൊക്കെ റെക്ടിഫൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മുടെ വർക്ക് കുറച്ചുകൂടി സിംപ്ലർ ആയിരിക്കും. അപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ചെറിയ വർക്ക്സ് ആയിട്ടുള്ള കീ ചെയിൻസ്, ഹെയർ ബാൻഡ്, ഇയറിങ്സ്, പെൻഡൻസ്, ബ്രേസ്ലെറ്റ്സ് ഇങ്ങനെയുള്ള പ്രോജക്റ്റൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ എക്സ്പെർട്ട് ആയതിനു ശേഷം നിങ്ങൾ വലിയ പ്രോജക്റ്റ് ആയിട്ടുള്ള വാൾ ഹാങ്ങിങ്സ്, ടേബിൾ റണ്ണേഴ്സ്, ഷാൻലിയേഴ്സ്, ഹാങ്ങിങ് ലൈറ്റ്സ് തുടങ്ങിയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമും സേവ് ചെയ്യാൻ പറ്റും, മണി സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാനും പറ്റും.